ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ വന്നു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഇന്ന് നമ്മുടെ അതിഥിയായി എൻ്റെ കൂടെ മത്സരിക്കാനെത്തുന്നത് മാനസി എന്ന സീരിയലിൽ എല്ലാവരുടെയും മനം കവർന്ന മാനസ സ്വരൂപിണിയായ മലയാളിയായ സിന്ധു ആണ്. ഐ വെൽക്കം സിന്ധു ടു ദ ഡൈ. എന്തുകൊണ്ട് സിന്ധു, സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നേരത്തെ ഒരു എപ്പിസോഡിൽ ഹസ്ബൻഡ് വന്നിരുന്നു. അതെ അതെ, വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇഷ്ടം പോലെ പറഞ്ഞു. അസാധ്യമായിരുന്നു, അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡാണ്. കാരണം മോഹൻലാലിനെ ഇത്രയും ഡിറ്റോ ആയിട്ട്, അതായത് മോഹൻലാലിൻ്റെ കൂടെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കൂടുള്ള ഒരു മനുഷ്യൻ, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. സിന്ധു മാനസി എന്ന സീരിയലാണല്ലേ അതിലാണ് തുടക്കം. ശരിക്കും അതല്ല, സിനിമയായിരുന്നു, ആദ്യത്തെ കൺമണിയായിരുന്നു. പിന്നീട് പക്ഷേ സിനിമയിൽ നിന്ന് കുറച്ച് വിട്ടതെന്നു. പിന്നീട് എന്നെ അറിയപ്പെട്ടത് മാനസി എന്ന മെഗാ സീരിയലല്ലേ, ആദ്യത്തെ മെഗാ സീരിയൽ ആയതുകൊണ്ട് അങ്ങനെയാണ് അറിയപ്പെട്ടത്. അപ്പൊ ഇപ്പോഴേതെങ്കിലും സീരിയലുണ്ടോ? ഞാനിപ്പം സുമംഗലി ഭവ ചെയ്യുന്ന ഒരു തമിഴ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സിനിമയുടെ ഇങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് ഫോട്ടോഷൂട്ട് വരെ കഴിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ വരുന്നു. എല്ലാവിധ ആശംസകളും ഇനി മുമ്പോട്ടുള്ള എല്ലാ പ്രയാണങ്ങൾക്കും ആശംസകൾ. അപ്പൊ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പൊ സിന്ധു, നമ്മള് പ്രോഗ്രാം തുടങ്ങുകയാണ്. പറയാം നേടാം 3 സെഗ്മെന്റ് ആണ്. കേറി വാടാ മക്കളെ, സവാരി ഗിരിഗിരി, പിന്നെ രാജമാണിക്യം. ഞാൻ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ നമ്മള് കേറി വാടാ മക്കളയിലോട്ട് കയറുകയാണ്. 5 ചോദ്യങ്ങളാണ്. കേറി വാടാ മക്കളെ. പിന്നെ സിന്ധു, ഇന്നൊരു പ്രത്യേകതയുള്ളത്, പറക്കും തളിയ എന്ന സിനിമയിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും. കണ്ടില്ലേ? എനിക്ക് എന്തായാലും വളരെ സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാനൊരു 100 പ്രാവശ്യത്തിൽ കൂടുതൽ കണ്ടിട്ടുണ്ടാവും ഈ സിനിമ. കാരണം ഫുൾ കോമഡിയാണല്ലോ, ത്രൂ ഔട്ട് കോമഡിയാണ്. എനിക്ക് കോമഡി ഫിലിമാണ് കൂടുതൽ താല്പര്യം. അപ്പൊ എന്തായാലും ഈ സമയത്ത് നമുക്ക് എപ്പോഴും നല്ല കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനാണ് ഇഷ്ടം. അല്ലാതെ ദുഃഖമായിട്ട് വളരുന്നോണ്ട് കരയുമ്പോഴത്തേക്ക് ഒന്നാമതേ ദുഃഖം, പിന്നെ ഒന്നാമതേ ദുർബല, പിന്നെ ഗർഭിണിയും കൂടെ എന്ന് പറഞ്ഞു. അത് വേണ്ട, നമുക്ക് ചിരിപ്പിക്കാം. ഓക്കെ, അപ്പം കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. പറക്കും തളികയുടെ സംവിധായകൻ ആരാണ്? എ ജോണി ആന്റണി, ബി താഹ, സി നിസാർ. ബി താഹെ ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ഡയറക്ടർ താഹ കഴിഞ്ഞ 3 മാസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറക്കും തളിയ പാർട്ട് 2 എടുക്കുകയാണ്, അതിൻ്റെ ബാക്കി എല്ലാം റെഡിയായി എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു പാട്ട് സ്കെലിറ്റനായിട്ട് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വെറും സ്റ്റുഡിയോയിൽ ഫീഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തിയേറ്റേഴ്സ് ഇല്ല. പിന്നെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ പിന്നെ എന്താണ് അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അതിന് ഭദ്രത കറക്റ്റ് ആയിരിക്കില്ല. അപ്പം ബി താഹയാണ് ഞാൻ എടുത്തിട്ട് പൂട്ടിയത്. താഹ പറയുന്നു, ഞാനാണേ സിന്ധു, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് 2000 rupees. ഇത് ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ വന്നാണ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതെ, അല്ലെങ്കിൽ വേറൊന്നും പറയാം, അതാണല്ലോ ഇതിന്റെ ഒരു അത്. ഞാൻ കേട്ടു ഇതുപോലെ സിന്ധു നന്നായിട്ട് പാടും എന്ന്. കഴിഞ്ഞവണ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ ഒന്നാമത് പറഞ്ഞാണ്, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നുള്ള രീതിയിലായിരിക്കും. ഓ, പുള്ളി കാക്കയാണ്. പുള്ളിക്ക് തോന്നിക്കാണ്. ഞാൻ പാടിയപ്പോ നന്നായിട്ട് തോന്നുമല്ലോ, അത് സാധാരണയാണല്ലോ. അല്ല, ഞങ്ങളും കൂടെ കേക്കട്ടെ. എന്തായാലും പാടുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും
എല്ലാവരും ഇവിടെ വന്ന് പാടുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഒരു പയ്യനെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതാണ്. കൊല്ലത്ത് പോകേണ്ട ആള് കൊട്ടാരക്കര വഴിയൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇല്ലാതാക്കി. അല്ല, അതൊക്കെ ഞാൻ വളരെ ലളിതമായിട്ട് അതെ പറയുന്നത്. അതെ, മനസ്സിലായി. ആരെയും വിഷമിപ്പിക്കരുത്. അതെ അതെ, അതുകൊണ്ട് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാനും കൊട്ടാരക്കര വഴി ഒന്ന് പോകാനായിട്ട് ശ്രമിക്കാം. കൊട്ടാരക്കര വഴി എങ്കിലും പോണം. പോകാൻ അതാണ്. മനസ്സിൻ മടിയിലെ മാന്തളിരേ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങും നീയുറങ്ങും പകലൊളി മായുമ്പോ കുളിരല മൂടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം കാണുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരി താരകം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ഇത് കൊട്ടാരക്കര വഴിയൊന്നുമല്ല. കൊല്ലത്ത് ഏകദേശം എത്തിയല്ലേ ഇത്? അല്ല, കൊല്ലത്തല്ല, കാസർഗോഡ് വരെ പോണല്ലോ. അതെ, അത് ശരിയാ. ട്രിവാൻഡ്രത്തുനിന്ന് കാസർഗോഡ് വരെ പോയി. ആ. ചെറിയ കെട്ടറൊക്കെ ഉണ്ട്. അത് നിങ്ങൾ യു ആർ നോട്ട് എ അതെ, സിംഗർ. not a singer. ഷിനു, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. കാരണം ഷിനു ഒരു വലിയ ആർട്ടിസ്റ്റാണ്. ആ. കാരണം നമ്മൾ സാധാരണ ഈ കീബോർഡ് ആർട്ടിസ്റ്റുകളിൽ എല്ലാവരും ഫീഡ് ചെയ്ത് വെച്ച് വായിക്കുന്ന ആണ് ഏറ്റവും മെജോറിറ്റി. അതെ. പക്ഷെ ഷിനു എൻ്റെ ഒരു ഞാൻ അതിശയിച്ചിട്ടുള്ളത്, നമുക്കൊരു പാട്ടുണ്ടെങ്കിൽ എത്ര ടോൺസ് ഉണ്ടോ അതെല്ലാം ഒറ്റ കയ്യിൽ വായിക്കും. ആഹാ, അത് അതായത് ഹാൻഡ് കൊണ്ട് തന്നെ വായിക്കും. ആഹാ, അത് കേൾക്കണം. ശരി. ആ, കേൾക്കണം തീർച്ചയായിട്ടും. പൂവേ ശംഭൂവേ സവാഷ്, സവാഷ്. നമുക്കൊരു കീബോർഡും ഒരു തബലയൊക്കെ മതി മതി. ഷിനു ഉണ്ടെങ്കിൽ. കേറി പാടാ മക്കളെ. രണ്ടാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. ഈ സിനിമയിൽ കുഞ്ചന്റെ കഥാപാത്രം നടത്തുന്ന കമ്പനിയുടെ പേരെന്താണ്? എ അറക്കൽ ഫിനാൻസ്, ബി അറവുകാട് ഫിനാൻസ്, സി ഇത് രണ്ടുമല്ല. 20 സെക്കൻഡ്സ്. ഇതുപോലെ എന്തോ ഒരു സംഭവമാണ്. എന്തായാലും പലിശയല്ലേ, അതുകൊണ്ട് അറക്കൽ ഫിനാൻസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അറക്കൽ ഫിനാൻസ്. അറക്കൽ ഫിനാൻസിനെ എടുത്തിട്ട് നമ്മൾ പൂട്ടിയിരിക്കും. ഓക്കെ, അതാണോ എന്തോ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പം ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. കുറച്ചാൾ അമ്മയുണ്ടായിരുന്നു. അപ്പം അമ്മ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ അമ്മയെ നോക്കാനായിട്ട് ഒരാൾ വേണം. അമ്മയ്ക്ക് തനിയെ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ ചേട്ടൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക് ആക്കിയിരിക്കണം. ഇപ്പം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും. എന്താണ് പിന്നെ ഒരു ഈ സീരിയല്, സിനിമ, ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തിനോടാണ് പ്രേമം? സീരിയല്, സിനിമ മാറ്റിക്കഴിഞ്ഞാൽ ഡാൻസ് തന്നെ. ഡാൻസ് അതും മാറ്റിക്കഴിഞ്ഞാൽ? അതും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ, അങ്ങനെ പ്രിയം. പാചകം. പാചകം എന്തൊക്കെ പാചകം ചെയ്യും? എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും. ഭയങ്കര ഇഷ്ടം. പാചകം ചെയ്തും ജീവിക്കാം. കാറ്ററിംഗ് നടത്തിയെങ്കിലും ജീവിക്കാം. അപ്പം എന്താണ് ഏറ്റവും നല്ല വിഭവം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ? ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും കുട്ടനാടുകാരിയാണ്. അപ്പം കുട്ടനാട് ഒരു മീൻകറി ഉണ്ടല്ലോ, സാധാരണ തേങ്ങ അരയ്ക്കാത്തൊരു മീൻകറി, കുട്ടനാടൻ ഷാപ്പ് കറി. അത് തന്നെ, അതാണ് പറയാം. കപ്പയും മീൻകറിയും അത് ഞാനുണ്ടാകും. പിന്നെ ചൈനീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. കുടംപുളി ഇട്ട് വെക്കുമല്ലേ? കുടംപുളി ഇട്ടാണ് ഞാൻ ഇപ്പോഴും വീട്ടിലത് തന്നെ വെക്കുക. പക്ഷെ ചേട്ടന് ട്രിവാൻഡ്രം കറിയാണ്, തേങ്ങ അരച്ച് ഉള്ള കറിയാണ് ചേട്ടന് ഇഷ്ടം. അത് വേറൊരു സ്റ്റൈലാണ്. കുട്ടനാടൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ അത് ഷാപ്പുകളിൽ കൂടുതലും കിട്ടുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കള്ളും ഇതും കപ്പയും.
അപ്പൊ അതൊക്കെ നമ്മുടെ വീട്ടില് പിന്നെ തെങ്ങ് ഉള്ളത് കൊണ്ട് ചെത്താൻ കൊടുക്കുന്നുണ്ട്. ചേട്ടന് ഭയങ്കര ഹാപ്പിയാണ് അവിടെ പോകുമ്പോ. അവൻ ചെത്തി താഴോട്ട് ഇറങ്ങുമ്പോ ചേട്ടൻ കുപ്പിയായിട്ട് നിൽക്കും. മധുരക്കള്ളല്ലേ? മധുരക്കള്ള് വാങ്ങിച്ചു. അപ്പം അറക്കൽ ഫിനാൻസ് ആണ് പൂട്ടിയിട്ടിരിക്കുന്നത്. അറക്കൽ ഫിനാൻസ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് അഗൈൻ 2000 rupees. താങ്ക് യു. അതാണല്ലോ ഇതിന്റെ ഒരു അത്